വാട്ട് ഈസ് മണ്ഡൽ കമ്മീഷൻ? 1978 ബിന്ദേശ്വരി പ്രസാദ് മണ്ഡലിൻ്റെ അധ്യക്ഷതയിൽ സമൂഹത്തിലെ പിന്നാക്ക വിഭാഗക്കാരുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമൂഹത്തിലെ പിന്നാക്ക ജനവിഭാഗങ്ങളെ തിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങൾ കണ്ടെത്തുകയും അവരുടെ സമ്പൂർണ്ണമായ സ്ഥിതിവിശേഷം വരച്ചുകാട്ടുകയും ചെയ്യുകയായിരുന്നു ഈ കമ്മീഷൻ്റെ മുഖ്യ ചുമതല. ഹിന്ദു വിഭാഗത്തിലെ പിന്നാക്കക്കാരെ നിശ്ചയിക്കാൻ 11 മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി സാമൂഹിക, വിദ്യാഭ്യാസ, സാമ്പത്തിക വിഭാഗങ്ങളിലായി തരംതിരിച്ചു. അഹിന്ദുക്കൾക്കായി മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട തൊട്ടുകൂടാത്തവരുടെയും പരമ്പരാഗത തൊഴിലുകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചു. 1980 നൽകിയ ഈ റിപ്പോർട്ടിൽ രാജ്യത്ത് 3743 ജാതി വിഭാഗങ്ങൾ ഉള്ളതായി കമ്മീഷൻ രേഖപ്പെടുത്തി. 1990 VP സിംഗ് പ്രധാനമന്ത്രിയായപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന പ്രഖ്യാപനം രാജ്യത്തെ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് തള്ളിവിട്ടു. 1992 സുപ്രീം കോടതി OBCകൾക്ക് അനുവദിച്ച 27% സംവരണം ശരിവെച്ചതോടെ പ്രശ്നങ്ങൾ കെട്ടടങ്ങി. എന്നാൽ സാമൂഹിക, വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം നിർണ്ണയിക്കപ്പെടരുതെന്നും സംവരണ ആനുകൂല്യങ്ങളിൽ നിന്ന് ക്രീമിലെയർ വിഭാഗത്തെ ഒഴിവാക്കേണ്ടതാണെന്നും കോടതി നിരീക്ഷിച്ചു.